നമ്മളിനി നമ്മുടെ അതിഥിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ അതിഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ ഒരു തലമുറയെക്കുറിച്ച് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഇന്നത്തെ തലമുറ വളരെ കരിയറിസ്റ്റിക് ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ കരിയറിന് വേണ്ടി സ്വന്തം സന്തോഷങ്ങൾ മാറ്റിവെക്കാൻ അവർ തയ്യാറുമല്ല. എങ്കിലും ഇന്നും 10ഉം 12ഉം ക്ലാസ്സുകളെല്ലാം നിർണായകമാണ്. നമ്മൾ സ്ഥിരം പറയുന്നത് പോലെ ടേണിംഗ് പോയിന്റുകളാണ് എന്നാണ് പറയാറ്. ഓരോ ഘട്ടവും കടന്നു കഴിയുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യം മുന്നിലുണ്ടാകും. കുട്ടികളുടെ മാത്രമല്ല, രക്ഷിതാക്കളുടെ കൂടി ആധിയാണിത്. നല്ലൊരു കോഴ്സ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ആശങ്ക ഉണ്ടാക്കുന്ന ചോദ്യം തന്നെയാണത്. എങ്ങനെയാണ് കുട്ടിക്ക് വേണ്ട കോഴ്സ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നത്? കൃത്യമായ ധാരണയില്ലാതെ ചെയ്താൽ അതുണ്ടാക്കുന്ന പരിണിത ഫലം ചെറുതാകില്ല. അത് നമ്മുടെ കരിയറിനെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറും. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കരിയർ കൺസൾട്ടന്റായ രമ്യ ഗിരിജയാണ്. അപ്പോൾ +2 കഴിഞ്ഞാൽ മെഡിസിനും എഞ്ചിനീയറിംഗും മാത്രമല്ല വേറെയും വഴികളുണ്ട്. അതാണ് രമ്യ നമ്മളോട് പറയാൻ പോകുന്നത്. രമ്യ, സ്വാഗതം ന്യൂസ് ഡേയിലേക്ക്. താങ്ക് യു ആര്യ. നമ്മൾ ഈ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ +2 കഴിഞ്ഞാൽ എന്ത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കുട്ടികളെ കാട്ടിൽ ഒരു പക്ഷേ ആധി മാതാപിതാക്കൾക്കായിരിക്കും ഉണ്ടാവുക. പക്ഷേ പൊതുവെ മാതാപിതാക്കളെല്ലാം തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ഉപദേശിക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒന്നെങ്കിൽ മെഡിസിന് പോവുക അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് പോവുക. ഈ രണ്ട് വിഷയത്തിലെ എൻട്രൻസ് എഴുതുക, എൻട്രൻസ് കോച്ചിങ്ങിന് ചേരുക. ഇതല്ലാതെ മറ്റൊരു വഴിയെക്കുറിച്ച് ഇവർ ആലോചിക്കാറേ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അതിനപ്പുറം ഒരുപാട് കരിയർ സാധ്യതകൾ, ഒരുപാട് പഠന വഴികൾ നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ആര്യ പറഞ്ഞതുപോലെ തന്നെ ജനറലായിട്ട് ഇപ്പം ഞാൻ പഠിക്കുന്ന കാലം മുതൽ ഇപ്പോഴും അതിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ 10th കഴിഞ്ഞ് കഴിഞ്ഞാൽ സയൻസ് എടുക്കണം, അതാണ് ജോലി സാധ്യതയുള്ള ഒരു കോഴ്സ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ സാധാരണ ഗ്രാജുവേഷൻസ് അല്ലെങ്കിൽ BSc പോലെയുള്ള ഗ്രാജുവേഷൻസിലേക്ക് പോവുക, ഇല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസ് എഴുതുക, അല്ലെങ്കിൽ എൻജിനീയറിംഗ് എഴുതുക. ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ ആണ് പണ്ട് മുതലേ ഒരു ഫോളോ ചെയ്ത് വരുന്നൊരു പാറ്റേൺ. പക്ഷേ ഇന്ന് അങ്ങനെ അല്ല. പണ്ടും അങ്ങനെ അല്ലായിരുന്നു, പക്ഷെ അതിനെക്കുറിച്ചിട്ടുള്ള അറിവുകൾ കുറവായിരുന്നു. ഇപ്പോൾ മെഡിക്കലും എഞ്ചിനീയറിങ്ങും എല്ലാ കുട്ടികൾക്കും താല്പര്യമായിക്കൊള്ളണം എന്നില്ല. പല കുട്ടികളുടെയും അഭിരുചികൾ വ്യത്യസ്തമാണ്, അവരുടെ കഴിവുകൾ വ്യത്യസ്തമാണ്. അപ്പോൾ ജോലി സാധ്യത എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഈ പറയുന്ന കോഴ്സുകളിലേക്ക് തള്ളി വിടാതിരിക്കുന്നതാണ് നല്ലത്. അതിലിപ്പോൾ നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നതിന് ശേഷം വന്ന വലിയൊരു മാറ്റമാണ് ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കാനായിട്ട് ഒരു എൻട്രൻസ് എഴുതിയാൽ മതി. അതായത് CUET എന്നാണ് ആ എൻട്രൻസിൻ്റെ പേര്, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഇതിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ മാത്രമല്ല, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ചില സ്റ്റേറ്റ് ഓൺഡ് യൂണിവേഴ്സിറ്റികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 280-ൽ പരം യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനായിട്ട്, ഗ്രാജുവേഷൻ ചെയ്യാനായിട്ട് ഇന്ന് കുട്ടികൾക്ക് ഈ ഒരൊറ്റ എക്സാം എഴുതിയാൽ മതി. അപ്പോൾ ഈ എൻട്രൻസ് എന്ന് കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും തോന്നും ഇതൊക്കെ ഭയങ്കര മാർക്കൊക്കെ വേണം, അല്ലെങ്കിൽ പഠിക്കണം, +2ന് നല്ല മാർക്ക് വേണം, അങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. അപ്പം നമ്മൾ അറിയേണ്ടത് ഇന്ത്യയിലെ ടോപ്പായിട്ട് ഉള്ള അല്ലെങ്കിൽ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട് 50% മാർക്കാണ് വേണ്ടത് +2ന്. അതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ആ എലിജിബിലിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പറയുന്ന എക്സാം എഴുതാം. ഈ പറയുന്ന ഇന്ത്യയിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ചെയ്യാവുന്നതാണ്. ഇതിപ്പോ രമ്യ, വെറും 50% മാർക്ക് +2ന് വാങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഈ എൻട്രൻസ് എഴുതി എടുക്കാൻ പറ്റുമോ എന്നുള്ള വലിയ ആശങ്കയുണ്ട്. അതോടൊപ്പം +2 കഴിഞ്ഞിട്ട് ഇനി എന്തിനു പോകണമെന്ന് ആലോചിക്കുന്ന കുട്ടികളോട്, അവരുടെ രക്ഷിതാക്കളോടാണ് പറയുന്നത് ഈ CUET എക്സാമിനെ കുറിച്ച്, എൻട്രൻസ് എക്സാമിനെ കുറിച്ചിട്ട്. അപ്പോൾ ഈ എൻട്രൻസ് എക്സാം നമുക്ക് എങ്ങനെ എഴുതാൻ കഴിയും, എങ്ങനെ അപ്ലൈ ചെയ്യാൻ കഴിയും? ഈ എൻട്രൻസ് എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് ചെന്ന് ജോയിൻ ചെയ്യുന്നത്? അതേക്കുറിച്ചൊക്കെയാണ് രമ്യ വിശദമായി പറയുന്നത്. അപ്പോൾ രമ്യ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് എങ്ങനെ എഴുതും, ഇതിനെങ്ങനെ അപ്ലൈ ചെയ്യും? മാത്രമല്ല ഈ 50% മാർക്കൊക്കെ വാങ്ങിയ കുട്ടികൾക്കൊക്കെ ഒരു എൻട്രൻസ് എഴുതി എടുക്കാൻ പറ്റുമോ എന്നുള്ള വലിയൊരു ചോദ്യമില്ലേ? അതെ, ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടിയുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി അളക്കുന്നത് ആ കുട്ടിയുടെ മാർക്കിലല്ല. പല റീസൺസ് ഉണ്ട് ആ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു പോകുന്നതിന്. ചിലപ്പോൾ താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റ് ആയിരിക്കാം ആ കുട്ടി 10th കഴിഞ്ഞ് എടുത്തിരിക്കുന്നത്. പല പാരൻസും ഹ്യൂമാനിറ്റീസ് പോകാൻ താല്പര്യമുള്ള കുട്ടികളെ നിർബന്ധിച്ച് സയൻസ് എടുക്കാറുണ്ട്, അല്ലെങ്കിൽ കൊമേഴ്സ് എടുപ്പിക്കാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. പിന്നെ അവർ ചിലപ്പോൾ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് മാർക്ക് കുറഞ്ഞു പോവാം, അല്ലെങ്കിൽ ആ സമയത്തുണ്ടായ മെഡിക്കൽ കണ്ടീഷൻസ് കൊണ്ട് മാർക്ക് കുറഞ്ഞു പോകാം. അപ്പോൾ ഈ മാർക്ക് വെച്ചിട്ടല്ല ഒരു കുട്ടിയുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി നമ്മൾ അളക്കേണ്ടത്. അപ്പോൾ ഈ മാർക്ക് കൂടുതൽ കിട്ടിയ ഒരു കുട്ടിയുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയും ഇപ്പോൾ 50%-ഓ 60%-ഓ കിട്ടിയൊരു കുട്ടിയുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയും വളരെയധികം ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള
അങ്ങനെയുള്ള കുട്ടികൾക്ക് മാർക്കിൻ്റെ ബേസിസിൽ അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ തന്നെ 50% മാർക്ക് മതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റീസിലെല്ലാം നമുക്ക് ഏത് കോഴ്സിന് വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനി നിങ്ങൾക്ക് സയൻസിൽ ഗ്രാജുവേഷൻ ആണ് ചെയ്യേണ്ടതെങ്കിലും ഹ്യൂമാനിറ്റീസിൽ ഗ്രാജുവേഷൻ ചെയ്യണമെങ്കിലും കൊമേഴ്സിലാണ് ഗ്രാജുവേഷൻ ചെയ്യണമെങ്കിലും ഈ പറയുന്ന ഒരു കോമൺ എക്സാം തന്നെയാണ് എഴുതേണ്ടത്. ഈ പറയുന്ന ഒരു എക്സാം 3 സെഷനായിട്ടാണ് നടത്തുന്നത്. സെഷൻ 1, സെഷൻ 2, സെഷൻ 3 എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഏത് സബ്ജക്റ്റ് ഏത് സ്ട്രീമിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിലും അവർ ജനറൽ ടെസ്റ്റും ജനറൽ ഇംഗ്ലീഷും എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്നൊരു പേപ്പറാണ്. പിന്നെ വരുന്ന ഡൊമൈൻ സബ്ജക്റ്റാണ്. അത് ചില യൂണിവേഴ്സിറ്റികൾ മാത്രമാണ് ഈ ഡൊമൈൻ എന്ന് പറഞ്ഞ് പ്രിഫർ ചെയ്യുന്നത്, ലൈക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി. അത് +2 പഠിച്ച സബ്ജക്റ്റുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എഴുതുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ +2 നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ഡൊമൈനിൽ നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ജനറൽ ടെസ്റ്റും ജനറൽ ഇംഗ്ലീഷും കോമൺ ആണ്. 50% വാങ്ങിയ സയൻസ് പഠിച്ച കുട്ടിക്കും കൊമേഴ്സ് പഠിച്ച കുട്ടിക്കും ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടിക്കും ഒരുപോലെ തന്നെ അപ്പിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഈ പറയുന്ന CUETയും അതിൽ ഈ പറയുന്ന പേപ്പറുകളും. രമ്യ, അപ്പം ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിലൊരു താല്പര്യം തോന്നിയ ആളുകൾക്കൊക്കെ തോന്നുന്ന ഒരു സംശയമാണ് ഇനി ഇത് എവിടെ പഠിക്കുമെന്നുള്ളത്. നമ്മൾ ജനറലി കാണുന്നത് മെഡിസിന് പഠിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം, എഞ്ചിനീയറിംഗ് എൻട്രൻസിന് കോച്ചിങ് ഉള്ള സ്ഥലങ്ങൾ നമുക്കറിയാം. അതിനപ്പുറം നമ്മൾ ഈ പറഞ്ഞ ഈ എൻട്രൻസ്, ഈ CUET എന്ന് പറയുന്ന എൻട്രൻസ് കോച്ചിങ്ങിന് എവിടെ പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചും ഏറ്റവും നന്നായിട്ട് പറയാൻ കഴിയുന്ന ഒരാളാണ് നമുക്കൊപ്പം ഉള്ളത്. രമ്യ തന്നെ അതിൻ്റെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ടല്ലേ? അതെ, ഇത് ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ സമയത്ത് ഞാനൊരു സയൻസ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് സയൻസിനോട് യാതൊരു താല്പര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് തോന്നുന്നു എൻ്റെ ഓറിയൻറ്റേഷൻ ആർട്സ് സബ്ജക്റ്റുകളോടായിരുന്നു. പക്ഷേ അന്ന് ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെയും സയൻസുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരായതുകൊണ്ടും എനിക്ക് മുന്നേയുള്ള കസിൻസൊക്കെ സയൻസ് എടുത്ത് പോയതുകൊണ്ടും എന്നെയും ഓട്ടോമാറ്റിക്കലി അതിനു വേണ്ടി തന്നെയാണ് സജസ്റ്റ് ചെയ്തതും. ഞാൻ അങ്ങനെ പഠിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് ശരിക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഹ്യൂമാനിറ്റീസിന് ഇത്രയധികം ഓപ്ഷൻ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത്. അതിൽ മേജർ ഒരു ടേണിംഗ് പോയിന്റ് വന്നത് IITയിൽ ഹ്യൂമാനിറ്റീസ് എൻട്രൻസ് ഉണ്ട് എന്ന് ഞാൻ അറിയുന്നത് അപ്പോഴാണ്. അതിനു മുന്നേ ഇങ്ങനെ ഒരു ഹ്യൂമാനിറ്റീസിന് IITയിൽ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. IIT എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും എഞ്ചിനീയറിംഗ് ആണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അന്ന് ഒരു HSEE എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നു, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് എൻട്രൻസ് എക്സാമിനേഷൻ. MA ഡെവലപ്മെൻറ്റൽ സ്റ്റഡീസ്, MA ഇംഗ്ലീഷ് സ്റ്റഡീസ്, MA എക്കണോമിക്സ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമാണത്. അങ്ങനെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അവിടെ. ഇപ്പോൾ ആ പ്രോഗ്രാംസ് IIT അണ്ടർ ഗ്രാജുവേറ്റ് എടുക്കുന്നില്ല. പക്ഷെ അന്ന് ഈ ഒരു എക്സാം ഉണ്ടെന്നും അപ്പോൾ അതുപോലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടെന്നും അവിടെയും ഇതുപോലെ എൻട്രൻസ് എഴുതി നമുക്ക് പഠിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അന്ന് ഗൈഡ് ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിലൂടെയാണ് ഞാൻ കരിയർ കോച്ചിങ്ങിലേക്ക് വരുന്നത്. ഓൾമോസ്റ്റ് 15 years ആയിട്ട് ഞാനൊരു കരിയർ കോച്ചാണ്. അപ്പം ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്ന് കുട്ടികൾ അറിഞ്ഞിരിക്കണം. കാരണം മെഡിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഇന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നന്നായിട്ട് പെയിൻറ് ചെയ്യുന്ന ഒരു കുട്ടി, അപ്പം പാരൻസ് അതിനെ എൻ്റർടൈൻ ചെയ്യില്ല. കാരണം എന്താണ്? പെയിൻറ്റിങ് ചെയ്തിട്ട് അവൻ എന്ത് ചെയ്യാനാണ്? ഏതെങ്കിലും ഒരു സയൻസ് കോഴ്സ് പഠിക്കട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കട്ടെ എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല, പെയിൻറ്റിങ്ങിന് ഈ പറയുന്ന വളരെ നല്ല ഗ്രാജുവേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, വിശ്വഭാരതി യൂണിവേഴ്സിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, ശാന്തിനികേതൻ കേട്ടിട്ടുണ്ട്, രവീന്ദ്രനാഥ് ടാഗോറിനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിൽ 4 year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഉണ്ട്, പെയിൻറ്റിങ്ങിലുണ്ട്, സ്കൾപ്ചറിലുണ്ട്. അപ്പം ഈ പറയുന്നതിൽ താല്പര്യമുണ്ടെങ്കിൽ അവർക്കതൊരു പ്രൊഫഷണൽ ഡിഗ്രി ആയിട്ട് തന്നെ എടുക്കാവുന്നതാണ്. അതുകൂടാതെ ഇപ്പോൾ കൊമേഴ്സ് പഠിക്കാതെ ഇപ്പോൾ BCom പഠിക്കാൻ താല്പര്യമില്ല, BA പഠിക്കാൻ താല്പര്യമില്ല, BSc പഠിക്കാൻ താല്പര്യമില്ല എന്ന് വിചാരിക്കൂ. ആ കുട്ടിക്ക് വേറെ ഒന്നും പഠിക്കാൻ പറ്റില്ല എന്നല്ല. ഡിസൈനിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് ഡിസൈനിൻ്റെ കോഴ്സിന് പോകാം. അതിന് വേറെ എൻട്രൻസ് എക്സാം എഴുതാം. NIDയുടെ എൻട്രൻസ് ഉണ്ട്. അത് +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഡിസൈനിങ്ങിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് അത് എഴുതാവുന്നതാണ്. ഡിസൈനിങ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അതിനെ പറയുന്നത്. അതുപോലെ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയുടെ ജോയിൻറ്റ് എൻട്രൻസ് എക്സാം ഉണ്ട്. ഇതും +2 കഴിയുന്ന കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ഇനി ലോ ആസ്പിറൻ്റ് ആണെന്നുണ്ടെങ്കിൽ ക്ലാറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. കോമൺ ലോ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അതുമാത്രമല്ല IELTS എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്.
പിന്നെ ഇത് കൂടാതെ കേരളത്തിലാണ് നിങ്ങൾക്ക് ലോ പഠിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ക്ലീ എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്, കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ. പിന്നെ ക്യുസാറ്റ്, സയൻസ് ആൻഡ് ടെക്നോളജിക്കാണ് എല്ലാവരും കേട്ടിട്ടുള്ളത്. ക്യുസാറ്റിൽ തന്നെ LLB പ്രോഗ്രാം ഉണ്ട്, അതിനും എൻട്രൻസ് എക്സാം ഉണ്ട്. ഒരുപാട് എൻട്രൻസ് എക്സാം കുട്ടികൾക്ക് എഴുതാവുന്നതാണ്, മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് മാത്രമല്ല. അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു പാരൻ്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് രമ്യ എന്നുള്ളതാണ്. അപ്പോൾ രമ്യ, ഈ പാഷനും പ്രൊഫഷനും ഒന്നാകുന്നതിന്റെ ഗുണം അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കെല്ലാം ആ ചെയ്യുന്ന ജോലിയിൽ അത്രത്തോളം സന്തോഷവും മനസമാധാനവും കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ വീർപ്പ് മുട്ടിപ്പോവും. അങ്ങനെ പഠിച്ച ജോലിയും പഠിച്ച കോഴ്സും അതിനുശേഷം എഴുതിയെടുത്ത ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയൊക്കെ കളഞ്ഞ് പാഷന് പുറകെ പോയ ഒരാളാണ് രമ്യ. ഇതിപ്പോ ആര്യ ഇപ്പൊ ഈ പറഞ്ഞൊരു കാര്യം ആക്ച്വലി ഇറ്റ് ഇസ് എ ബ്രേക്കിംഗ് ന്യൂസ് പബ്ലിക്കിനല്ല, എൻ്റെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണിത്. കാരണം ഞാൻ ജോബ് റിസൈൻ ചെയ്ത കാര്യം ഇപ്പോൾ News 18-ലൂടെയാണ് എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സും അറിയാൻ പോകുന്നത്. വളരെ ചുരുക്കം ആൾക്കാരോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് റീസൺ, പക്ഷെ രമ്യ ഈ സെൻട്രൽ ഗവൺമെന്റ് ജോബ് ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ കുറെ കാലം ആയില്ലേ? അതെ, കുറച്ച് നാളായി. ഈ പറഞ്ഞ പോലെയാണ് നമ്മൾ നമ്മളുടെ ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ പഠിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ജോബ് സ്യൂട്ടബിൾ ആയി കൊള്ളണം എന്നില്ല. അത് മാത്രമല്ല നമ്മളുടെ ഓറിയൻറ്റേഷൻ, ഈ ജോബ് നമ്മൾ പല ആൾക്കാരും, നിങ്ങളിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കൂ, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ പാഷനേറ്റ് ആണോ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ. നമുക്ക് ഒരു എന്താ പറയുക, മന്ത്ലി ഒരു വരുമാനം എന്നുള്ളതിലപ്പുറം നിങ്ങൾ ആ ജോലിയെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ നിങ്ങൾ നോക്കണം. അങ്ങനെ സ്നേഹിക്കുന്നില്ല എന്നുള്ള ഒരു പൂർണ്ണമായ ബോധ്യത്തിലാണ് ഞാൻ ജോലി വിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അത് മാത്രമല്ല വേറെ റീസൺസ് ഉണ്ട്, ലൈക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ, അങ്ങനെയൊക്കെ കുറേ റീസൺസ് അതിൽ ഉണ്ടായിരുന്നു. എങ്കിലും പാഷനെ ഫോളോ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പിന്നെ പാഷൻ ഫോളോ ചെയ്യുന്ന ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, പാരൻസിൻ്റെയും അല്ലെങ്കിൽ കുട്ടികളുടെ ഇടയിൽ ഒരു ട്രെൻഡ്, എൻ്റെ പാഷൻ ഇതാണ് എന്ന് പറയുമ്പോൾ പാരൻസ് ആയാലും കുട്ടികളെ ഞാൻ എൻ്റെ മകൻ്റെ പാഷൻ അനുസരിച്ച് പോകട്ടെ എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പാഷനും സ്ട്രെങ്തും നിങ്ങൾ മനസ്സിലായിരിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് ആയിരിക്കില്ല നിങ്ങളുടെ പാഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ സ്ട്രെങ്തും ആവണം എന്നില്ല. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ പാഷൻ്റെ പുറകെ മാത്രം പോയാൽ ചിലപ്പോൾ നമുക്ക് വരുമാനം ഉണ്ടായി എന്ന് വരില്ല. അപ്പം നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ആ പാഷനെ ഫോളോ ചെയ്യാനും പറ്റില്ല. അപ്പോൾ എപ്പോഴും കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കോഴ്സസ് തിരഞ്ഞെടുക്കുക, ദെൻ ഡെഫിനറ്റ്ലി യു ക്യാൻ ഫോളോ യുവർ പാഷൻ. സോ സ്ട്രെങ്ത് ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ സ്ഥിര വരുമാനത്തിന്റെ പ്രാധാന്യം അത് പുതുതലമുറയിലെ ആളുകൾക്ക് എത്രത്തോളം അറിയാം എന്നുള്ളത് അറിയില്ല. കാരണം ഒന്നാമത് പേരൻസ് എല്ലാം വർക്കിംഗ് ആണ്, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർ ചെറിയൊരു ഇപ്പോൾ പാട്ടിലോട് ഒരു ചെറിയ ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളെങ്കിൽ പോലും അവർ ആ ഒരു വഴിയേ പോകും. എന്തിനാണ് ഡിഗ്രി, എന്തിനാണ് അങ്ങനെ ഒരു 9 to 5 ജോബ് എന്നൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ചോദിക്കുന്നത്. പക്ഷേ ശരിക്കും ആ ഒരു ഡിഗ്രി നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ജോലി ഉള്ളതുകൊണ്ട് എത്രത്തോളം നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അത് ഗുണകരമാകും. ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യം ഞാൻ ഒരുപാട് കരിയർ ക്യാമ്പിന് പോകുന്ന സമയത്ത് കേട്ടിട്ടുണ്ട്. ഇതിൽ ഞാൻ ഓൾ ഓവർ ഇന്ത്യ ഫ്രം ലഡാക്ക് ടു കന്യാകുമാരി കരിയർ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, എന്തിനാണ് ഡിഗ്രി എന്നുള്ളത്. ആ ചോദ്യം ചോദിക്കുന്നത് പലരും കരുതുന്നത് ഡിഗ്രി എന്ന് പറയുന്നത് ഒരു ജോലി കിട്ടാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് എന്നാണ്. അങ്ങനെ അല്ല. ഈ ഡിഗ്രി എന്ന് പറയുന്നതോ നമ്മൾ പഠിക്കുന്ന കോളേജ്, ഇതെല്ലാം നമ്മളുടെ ഒരു വ്യക്തിപരമായി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് എപ്പോഴും എന്തിനും ഒരു എക്സ്പോഷർ ആവശ്യമാണ്. ഒരു അക്കാഡമിക് എക്സ്പോഷർ പോലെ തന്നെയാണ് ഒരു പേഴ്സണൽ എക്സ്പോഷർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന പഠിക്കുന്ന കോളേജും നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ ചുറ്റും ഉള്ള കുട്ടികളും എല്ലാം പഠിപ്പിക്കുന്ന അധ്യാപകരും ഒക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആ നോളജ് നമുക്ക് ആവശ്യമാണ്. അപ്പം എന്തിന് ഡിഗ്രി എന്ന് പറയുന്നത് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രമല്ല, നമ്മളുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിനും നമ്മുടെ ഒരു ഓവറോൾ ലൈഫ് എക്സ്പീരിയൻസിന് ആ പറയുന്ന കോളേജ് പഠനകാലം നമുക്ക് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ അതുകൊണ്ട് +2 കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ പറയുന്നത്, ജോലിക്ക് വേണ്ടി പഠിക്കാതിരിക്കുക, പക്ഷേ നിങ്ങൾ അറിവിനായിട്ടും നിങ്ങളുടെ ഒരു ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് നല്ല കോളേജുകൾ തിരഞ്ഞെടുത്ത് നല്ലൊരു പിയർ ഗ്രൂപ്പിൻ്റെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹെൽപ്പ് യു. രമ്യ, ഇപ്പോൾ നമ്മൾ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളൊരു യാഥാർത്ഥ്യം എന്തെന്നാൽ ഇത്തരത്തിൽ ഡിഗ്രിയും PGയും PhD ഒക്കെയുള്ള ഒരുപാട് ആളുകൾ നമുക്ക്
ചുറ്റുമുണ്ട്, പക്ഷെ അവർക്കൊന്നും ജോലി ലഭിക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ പൊതുവെ ആർട്സ് ആൻഡ് സയൻസ് ഡിഗ്രി കോഴ്സുകൾക്കും PG കോഴ്സുകൾക്കും ഒക്കെ പോകാൻ ആളുകൾ മടിക്കുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്നുള്ള നിലയിൽ അതിനെ സമീപിക്കാൻ കഴിയില്ല, പഠിച്ചുടനെ ജോലി കിട്ടില്ല എന്നുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ BEd എടുക്കണം, പിന്നെ നെറ്റ് എഴുതണം, സെറ്റ് എഴുതണം, ഗെറ്റ് എഴുതണം, അങ്ങനെ ഒരു ടീച്ചർ ആവുക, പ്രൊഫസർ ആവുക, ലെക്ചറർ ആവുക, അങ്ങനെയുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കരിയർ ഓപ്ഷൻസ് മാത്രമേ മുന്നിലുള്ളൂ എന്നുള്ളൊരു പൊതുധാരണയുണ്ട്. പക്ഷെ അതിനപ്പുറമുള്ള ഓപ്ഷൻസ് ഇത്തരത്തിലുള്ള ഡിഗ്രി കോഴ്സുകൾ എടുത്താലും ഉണ്ടാകും അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ ഈ പറഞ്ഞത് നമ്മളൊരു പ്രൊഫഷണൽ ഡിഗ്രി എടുക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. ഈ പ്രൊഫഷണൽ ഡിഗ്രിയാണ് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ MBBS എടുക്കും ഫോർ എക്സാമ്പിൾ. ഇവിടെ പഠിക്കുന്നുണ്ട്, പുറത്തും പഠിക്കുന്നുണ്ട്. അപ്പോൾ പല ആൾക്കാരും പല കൺട്രീസിലും പഠിക്കുന്നുണ്ട് പ്രൊഫഷണൽ ഡിഗ്രി എന്നുള്ള നിലയ്ക്ക്. ഇതിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് കോഴ്സ് എടുത്താലും ഇന്ന് ജോലി സാധ്യതകൾ ഉണ്ട്. ഇത് എൻ്റെ 15 വർഷത്തെ കുട്ടികളെ ട്രെയിൻ ചെയ്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഏത് കോഴ്സ് എടുത്താലും ഇന്ന് ജോലി സാധ്യതയുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ യു ആർ സ്റ്റഡി. നിങ്ങൾ പഠിക്കുന്ന കോളേജ് ഏതാണ്, നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ഏതാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിരിക്കുന്നത്. ഇപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നമ്മുടെ ഏതെങ്കിലും ഒരു സാധാരണ കോളേജിൽ പഠിക്കുന്നതും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങളിപ്പോൾ സോഷ്യൽ സയൻസ് താല്പര്യമുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സോഷ്യോളജി പഠിക്കുന്നതും ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ പോയിട്ട് BSS എന്ന് പറയുന്ന പ്രോഗ്രാമോ BSW പഠിക്കുന്നതിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പം ഈ പറയുന്ന പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് കിട്ടുന്ന ജോലി സാധ്യതയും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എക്സ്പോഷറും നമ്മുടെ ഫ്യൂച്ചറും. ഓക്കെ, ഇപ്പോൾ തന്നെ ഡിഗ്രി ഇപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓപ്പണായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് UPSCയുടെ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. ഒത്തിരി കുട്ടികൾ ചോദിക്കുമ്പോൾ പറയാറുണ്ട്, ഞാൻ സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ അതാണ് എൻ്റെ ലക്ഷ്യം. ഈ പറയുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് UN സിവിൽ സർവീസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പക്ഷേ കുട്ടികൾ അവെയർ അല്ല. അപ്പം നമുക്ക് വേണ്ടത് ഒരു അവെയർനെസ് ആണ്. ഒരുപാട് ഇപ്പോൾ കോമൺ ആയിട്ടുള്ള എല്ലാ ഗവൺമെൻറ് എക്സാംസും എനി ഗ്രാജുവേറ്റ്സിന് എഴുതാൻ പറ്റുന്ന ഒത്തിരി എക്സാംസ് ഉണ്ട്. അതുകൂടാതെ പല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അല്ലാതെ മിനിസ്ട്രീസിലും ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. മിനിസ്ട്രിയിൽ പോളിസി മേക്കിങ്ങിൽ ഓപ്ഷൻസ് വരാറുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് മേഖലകൾ, ഇപ്പം UNESCO, UN, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ജോലി സാധ്യതകളുണ്ട്. അത് കൂടാതെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് കോഴ്സസ് ഉണ്ട്. അതൊക്കെ ഓൺട്രപ്രണർഷിപ്പിനും സാധ്യതകളുള്ള കോഴ്സസ് ആണ്. അപ്പം നിങ്ങളിപ്പോൾ ഒരു ഓൺട്രപ്രണർഷിപ്പിലേക്ക് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന ഒരു ബേസിക് ഡിഗ്രി നിങ്ങൾക്ക് ആവശ്യമാണ്. ആ ഡിഗ്രി എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് ആ ഒരു എക്സ്പോഷർ ആവശ്യമാണ്. ആ ഒരു 3 വർഷത്തെ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു 5 വർഷം നിങ്ങൾ പഠിക്കുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു ഡിസിഷനിൽ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ ഇപ്പോൾ നിങ്ങളുടെ സാഹചര്യത്തിൽ നിന്ന് കുറച്ച് മാറിയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഹിന്ദിയും ഇംഗ്ലീഷും ഇമ്പ്രൂവ് ആവുന്നത് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് വരും. അതെ അതെ രമ്യ, ഇപ്പോൾ ഈ പറയുന്ന പോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്ക് പ്രവേശനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എൻട്രൻസ് എക്സാം എഴുതണം. അതിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് അതിപ്പോൾ എത്ര കാലം മുമ്പ് നമ്മൾ തുടങ്ങണം? അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ, അതിൻ്റെ ഒരു പഠന രീതി എങ്ങനെയാണ്? അതേക്കുറിച്ചൊന്ന് പറയാമോ? ഓക്കെ, ഇപ്പോൾ 2010 നേരത്തെ ആര്യ സൂചിപ്പിച്ച പോലെ ഞാൻ 2010 എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ലൂമിന ടാലന്റ് എൻറിച്ച്മെന്റ് സെന്റർ എന്ന് പറയുന്നത്. അപ്പം ഈ അന്ന് മുതൽ ഇന്ന് വരെ ഈ ഒരു കോച്ചിങ്ങിൽ ഉള്ള എൻ്റെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എക്സ്ക്ലൂസീവ് കോച്ചിങ്ങിൻ്റെ എൻ്റെ എക്സ്പീരിയൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ബേസിക് നോളജ്, അതായത് നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ, അതായത് ബേസിക് നോളജ് ഉള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു 30 to 40 ഡേയ്സ് കൊണ്ട് എക്സ്ക്ലൂസീവ്ലി ഫോക്കസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ CUET പോലെയുള്ള എൻട്രൻസ് എക്സാമിനേഷൻ പാസ്സാവാനായിട്ട് സാധിക്കും. അത് എക്സ്ക്ലൂസീവ്ലി അത് മാത്രം ഫോക്കസ് ചെയ്യണം ആ ദിവസങ്ങളിൽ. ഓക്കെ, അല്ല ഇനി സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു വീക്ക്ലി അവർക്കൊരു 5 hours to 5 to 6 hours റെഗുലറായിട്ട് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഈ പറയുന്ന എൻട്രൻസ് എക്സാം അവർക്ക് ക്രാക്ക് ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല ഇനി 1 year നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർ ഡിസൈഡ് ആയിട്ടുള്ള കോഴ്സ് ഡിസൈഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി തന്നെ അവർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, പക്ഷേ ഇത് ഞാൻ പറയുന്നത് CUET എക്സാമിൻ്റെ കാര്യമാണ്. പക്ഷേ ഇതേ സമയത്ത് ലോ ആസ്പിറൻ്റ് ആണെന്ന് വിചാരിക്കൂ, നാഷണൽ ലോ സ്കൂളിലേക്ക് ഉള്ളൊരു നാഷണൽ ലെവൽ എക്സാമാണ്. അവിടെ അതിൻ്റെ എൻട്രൻസ് ആണ് നമ്മൾ ക്ലാറ്റ് എന്ന് പറഞ്ഞത്. പക്ഷേ ക്ലാറ്റ് ഈ പറഞ്ഞൊരു 30 days കൊണ്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് നീഡ് എ ലോങ് ടൈം, എന്താ പറയുന്ന ഒരു ലോങ് ടേം ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ അത്യാവശ്യമായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ക്ലാറ്റ് എന്ന് പറയുന്നത്. കാരണം അതൊരു കുട്ടിയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രം ഡിപ്പെൻഡഡ് അല്ല ക്ലാറ്റ് പോലെയുള്ള എക്സാം. കാരണം കുട്ടിയുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ്, അവരുടെ റീഡിംഗ് ഹാബിറ്റ്, ഇതെല്ലാം എന്താ പറയുന്നത് ഒരു വലിയ ഘടകമാണ് ക്ലാറ്റ് പോലെയുള്ള ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെയാണ്
+2 കഴിഞ്ഞിട്ട് മാനേജ്മെൻറ്റ് താല്പര്യമുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് IPMAT എന്ന് പറയുന്നത്. ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമാണ്. +2 കഴിഞ്ഞ കുട്ടികൾക്ക് ആ എൻട്രൻസ് എഴുതി IIM ഇൻഡോറിൽ ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമിന് പഠിക്കാവുന്നതാണ്. അതിനും കുറച്ച് ലോങ് ടേം പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഒരു ക്രാഷ് പ്രോഗ്രാം ഒന്നും IPMATനും ക്ലാറ്റിനും ഇഫക്റ്റീവ് അല്ല. പക്ഷേ CUETക്ക് ഒരു 30 ഡേയ്സ് കൊണ്ട് നല്ലൊരു ഗൈഡൻസും നല്ലൊരു സപ്പോർട്ടും നല്ല മെറ്റീരിയൽസും ഉണ്ടെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ രമ്യയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ? അതെ, ഓൺലൈൻ ക്ലാസ്സസും ഓഫ്ലൈൻ ക്ലാസ്സസും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ കോച്ചിങ്ങിന് പോകുന്ന ഏത് എൻട്രൻസിനായാലും ഓൺലൈൻ കോച്ചിങ്ങിന് പോകുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഓൺലൈൻ കോച്ചിങ് ഇഫക്റ്റീവ് ആവണമെങ്കിൽ നിങ്ങൾ അത്രയും മോട്ടിവേറ്റഡ് ആയിരിക്കണം. കാരണം ഈ പല ഓൺലൈൻ കോച്ചിങ്ങിലും കുട്ടികളുടെ അവർ ചിലപ്പോൾ ഇരുന്ന് കാണുന്നുണ്ടാവും, കിടന്ന് കാണുന്നുണ്ടാവും, അവർ ക്യാമറ ഓൺ ചെയ്യണം എന്നില്ല. പിന്നെ ഈ പറയുന്ന ആ ഒരു എക്സാമിന് ഉള്ളൊരു ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അവർ ആ ഒരു മനസ്സും കൂടെ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ മോട്ടിവേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ പറയുന്ന കോഴ്സ് ഇഫക്റ്റീവ് ആയിരിക്കുകയുള്ളൂ. എത്ര തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ എത്ര നല്ല മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്താലും എത്ര നല്ല കോച്ചിങ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടേതായ ഒരു ഇൻവോൾവ്മെൻറ്റ് അത്യാവശ്യമാണ്. ഏത് എക്സാമിനും ആവശ്യമാണ്. പക്ഷേ ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ആ ഒരു ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങളൊരു പ്രഷറിലാണ്. ക്ലാസ്സിൽ ഫാക്കൽറ്റിയുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കിടക്കാനോ ഇരിക്കാനോ പറ്റില്ല. നിങ്ങൾ ആ ക്ലാസ് അറ്റൻറ്റീവായി തന്നെ ഇരിക്കണം. ഏത് കോച്ചിങ് ആയാലും ഓൺലൈനിൽ ആ കുട്ടിയുടെ ഒരു മോട്ടിവേഷൻ വളരെ ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പൊ ഏത് കോച്ചിങ് ആണെങ്കിലും ഏത് കോഴ്സ് ആണെങ്കിലും അതിൽ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും അതിലൊരു ഇൻട്രസ്റ്റ് കൂടി വേണം. അപ്പൊ നേരത്തെ രമ്യ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, ഈ പാഷനേക്കാൾ കൂടുതൽ വേണ്ടത് ആ വിഷയത്തിലുള്ള സ്ട്രെങ്ത് ആണ് എന്നുള്ളതാണ്. ഈ സ്ട്രെങ്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? സ്ട്രെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാർക്കിൻ്റെ ബേസിസിലല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ +2 പഠിക്കുന്ന ഒരു കുട്ടിയുടെ മാത്തമെറ്റിക്സിൻ്റെ മാർക്ക് വെച്ചിട്ട് അല്ല നമ്മൾ ആ കുട്ടീനെ എന്താ പറയുക ഒരു ഇൻ്റലക്ച്വലി ഹൈ ആണെന്നോ അല്ലെങ്കിൽ അത് ആ കുട്ടിയുടെ സ്ട്രെങ്ത് അതാണെന്ന് പറയുന്നത്. ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ള സപ്പോർട്ട് വെച്ചിട്ടായിരിക്കാം അതിൽ ആ കുട്ടി മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നത്. മേ ബി ട്യൂഷന് പോയിട്ടുണ്ടാവാം, നല്ല സ്കൂളിൽ ടീച്ചർ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടാവാം, പിന്നെ അഡീഷണൽ ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ടാവാം. അതിന് ആ ഒരു സപ്പോർട്ട് സിസ്റ്റം കൊണ്ടാണ്. പക്ഷേ ഈ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ജനറലി ഈ പറയുന്ന എല്ലാ സബ്ജക്റ്റിനെയും നമ്മൾ ഈക്വലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില കുട്ടികൾക്ക് വായിക്കാൻ താല്പര്യമുണ്ടാവും, അവരുടെ GK വളരെയധികം നല്ലതായിരിക്കും. പത്രം വായിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും, പിന്നെ ഈ ക്വിസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന സബ്ജക്റ്റ്, പിന്നെ ടീച്ചർമാരെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് സബ്ജക്റ്റ് ഇഷ്ടമില്ലാതെ പോകുന്ന കുട്ടികളുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് വേറിട്ടുകൊണ്ട് നമ്മളൊന്ന് അനാലിസിസ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ സ്ട്രെങ്ത് എന്താണ്. ഇനി ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ സ്ട്രെങ്ത് അറിയണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം. ഒന്നും പഠിക്കാതെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ഏത് എക്സാമാണോ എഴുതുന്നത് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ആ ടൈം ബൗണ്ടായിട്ട് തന്നെ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കൊടുത്തിരിക്കുന്ന ഏരിയയിൽ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് എന്നുള്ളത്. രമ്യ, ഇപ്പോൾ ഈ പ്രൊഫഷനും പാഷനും ഒക്കെ അത് ഇഷ്ടമുള്ള രീതിയിൽ അതിൽ മോട്ടിവേറ്റഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളെന്നുള്ള നിലയിൽ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ് രമ്യ കരിയർ ഗുരുവായിട്ട് ഇരിക്കുമ്പോൾ തന്നെ. അപ്പോൾ രമ്യയുടെ ഒരു യാത്രയെക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ ഒന്ന് നമ്മൾ സൂചിപ്പിച്ചു പോയി, അങ്ങ് ലഡാക്ക് മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ ഈ കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കണം, അതും വളരെ ഫ്രീ ഓഫ് കോസ്റ്റിൽ സംഘടിപ്പിക്കണം എന്നുള്ളതാണ് രമ്യയുടെ ആഗ്രഹം. അങ്ങനെ ആരും എത്തിപ്പെടാത്ത പല സ്ഥലങ്ങളിലും രമ്യ ഇതിനോടകം എത്തിയിട്ടുണ്ട്. ലഡാക്കിൽ പോയിട്ടുണ്ട്. അവിടെ എത്തുന്ന ഒരുപക്ഷെ ആദ്യത്തെ മലയാളി വനിത എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് രമ്യയെ വിശേഷിപ്പിക്കാം അല്ലേ? എൻ്റെ അറിവിൽ വേറെ ആരും പോയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഡാക്ക് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടെറൈനാണ്. നമ്മളിപ്പം അവിടെ ഓൾമോസ്റ്റ് 2 months എനിക്ക് സ്റ്റേ ചെയ്യാനായിട്ട് സാധിച്ചതും അല്ലെങ്കിൽ കുട്ടികളുടെ കരിയർ ക്യാമ്പുകൾ ഞാൻ അവിടെ കണ്ടക്ട് ചെയ്തതുകൊണ്ടും എനിക്ക് ആ വ്യത്യാസം എനിക്കറിയാം. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ വ്യത്യാസം, ലൈക്ക് കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണല്ലോ ഞാനും പഠിച്ചു വന്നതും ഫോളോ ചെയ്തതും. അപ്പം ഇത് രണ്ടും ഈവൻ ടെറൈൻ ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് 6 മാസത്തോളം കംപ്ലീറ്റ്ലി ഇന്ത്യയുമായിട്ട് കട്ട് ഓഫാണ് ഈ പറയുന്ന ലഡാക്ക് എന്ന് പറയുന്നത്. അവരുടെ സ്കൂളുകളെല്ലാം അപ്പോൾ അടഞ്ഞു കിടക്കും, അവർക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പോലുമുള്ള അവസ്ഥയില്ലാത്തൊരു സാഹചര്യമാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ഒരു കരിയർ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കരിയർ അവയർനെസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അത് പാരൻസിനായിക്കോട്ടെ കുട്ടികൾക്കായിക്കോട്ടെ അവർക്കൊരു മുൻധാരണയുണ്ട്. നമുക്കറിയാം, അല്ലെങ്കിൽ എൻ്റെ കുട്ടി നീറ്റാണ് എഴുതുന്നത് അല്ലെങ്കിൽ JEE ആണ് എഴുതുന്നത്, അപ്പം ഈ പറയുന്ന ഒന്നും എൻ്റെ കുട്ടി എന്താ പറയുന്നത് എഴുതുന്നില്ല, അല്ലെങ്കിൽ അത് അറിയേണ്ട കാര്യമില്ല എന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത്.
പക്ഷേ നമ്മൾ ലഡാക്ക് പോലെയുള്ള ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റുകളിൽ പോയപ്പോൾ ഭയങ്കര വെൽക്കമിങ് ആണ് പാരൻസും സ്റ്റുഡൻസും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒന്നും അറിയില്ല എന്നുള്ള ഒരു ധാരണയുണ്ട്. കാരണം അവർക്ക് ലഡാക്ക് പോലെയുള്ള സ്ഥലത്ത് ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും താല്പര്യമുള്ള സാധനമാണ് KFC എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിസ്സ. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പോൾ ഈ ഡൽഹിയിൽ നിന്നൊക്കെ ഫ്ലൈറ്റിൽ വരുന്നവരോട് ഇവർ ചോദിക്കുന്നത് വരുമ്പോൾ KFC വാങ്ങിച്ചിട്ട് വരുമോ എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ആലോചിക്കുക, അങ്ങനെയുള്ള സ്ഥലമുണ്ട്. പിന്നെ അവിടെ ഊബർ ഇല്ല, ഓട്ടോ ഇല്ല, അവിടെ ഹിച്ച് ഹൈക്കിംഗ് ആണ്. അവിടെ ട്രാവൽ ചെയ്യണമെങ്കിൽ റോഡിൽ ഇറങ്ങി നിന്ന് കൈ കാണിക്കണം, പോകുന്ന വണ്ടികളിൽ കൈ കാണിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലും കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ പറയുന്ന അവിടെ നമ്മൾ ഈ പറയുന്ന എല്ലാ കോഴ്സുകൾക്കും അവർക്ക് അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഞാൻ അവിടെ ക്യാമ്പ് കണ്ടക്ട് ചെയ്തപ്പോഴാണ് അവർ CUET എന്ന് പറയുന്ന ഒരു എക്സാമിനെ കുറിച്ച് അറിയുന്നത്. അതുമാത്രമല്ല IP-MAT കുറിച്ച് അറിയുന്നത്. അപ്പം ഇങ്ങനെയുള്ള എക്സാംസിനെ കുറിച്ചിട്ട് നമ്മുടെ നാട്ടിൽ അവയർനെസ് ഉണ്ട്, പക്ഷേ അക്സെപ്റ്റൻസ് ഇല്ല. അവിടെ അവയർനെസ് ഇല്ല, ബട്ട് അക്സെപ്റ്റൻസ് ഉണ്ട്. എന്തായാലും ഈ ടോക്കിലൂടെ, രമ്യയുടെ ഈ ടോക്കിലൂടെ ഒരുപാട് പേരൻസിന് ഈ ഒരു വിഷയത്തിൽ ഒരു അറിവുണ്ടായി കാണും എന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുകയാണ്. ഒരുപാട് സ്നേഹം, സന്തോഷം രമ്യ ഗിരിജ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ആൻഡ് താങ്ക് യു ന്യൂസ് 18. താങ്ക് യു സോ മച്ച്. അപ്പോൾ കരിയർ ഗൈഡും അതോടൊപ്പം മെൻറ്ററുമായിട്ടുള്ള രമ്യ ഗിരിജയാണ് ഇന്ന് ന്യൂസ് 3യിൽ നമുക്കൊപ്പം അതിഥിയായി ചേർന്നത്. ന്യൂസ് 3യുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.